Q Developers ഉപ്പും മുളകും. ആരുമില്ലേ? അമ്മയോടെ പോയി. ഓ, കുറച്ച് വെണ്ണ ഉറി കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടാണെങ്കിൽ എടുത്ത് കഴിക്കായിരുന്നു. എന്താ പേടിച്ചോല്ലോ അമ്മ. എന്താ ഒന്നുമില്ലേ? നേരം വെളുക്കണ്ടേ? നീ പല്ലെങ്കിലും തേച്ചാ? പല്ല് തേക്കാനും നേരം വെളുക്കണ്ടേ അമ്മ? അമ്മ, ഈ വിശപ്പ് അങ്ങോട്ട് കൂടിക്കൂടി വരുവോ? ഇതിന് അന്തിയില്ലേ? ഈ ബഗനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആതൊരു കാളവണ്ടിയുടെ അത്രയും ചോറ് തിന്നു, പിന്നെ കാളനെ എടുത്തിനി, പിന്നെയും വിശക്കുമ്പോൾ ആ കാളവണ്ടി ഓടിക്കുന്ന ആളെ എടുത്തിനി. ആരാണ് ഈ ബഗൻ? എൻ്റെ അമ്മേ, അമ്മയ്ക്ക് പുരാണത്തിനൊന്നും വലിയ പിടിയില്ലല്ലേ? ഈ ഭഗൻ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഭീമൻ റെഡിയാക്കിയില്ലേ പുരാണത്തില്? ഓ, ഭഗൻ, ഭഗാസുരൻ. മറന്നു ഏതാടേ? ചായ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ഇട്ട് തരാറുന്നല്ലോ. അയ്യോ വേണ്ട, തമ്പുരാട്ടി പോയി റെസ്റ്റ് എടുത്തോ, അടിയൻ ഇട്ട് തരാം. ചെല്ല്. ഇതെന്ത് കഷ്ടമ്മേ, ഞാൻ സഹായിക്കണമെങ്കിൽ എപ്പോഴും നിരുത്സാഹപ്പെടുത്തിക്കോളൂ കേട്ടോ. എൻ്റെ അമ്മ, ചേച്ചി എന്തിനാ അമ്മ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നേ? ചേച്ചി അടുക്കളയിൽ കയറുമ്പോൾ കൈവിട്ട് പ്രോത്സാഹിപ്പിക്കേ. ആരമ്മേ? എന്ത്? ഓ, ജംഗ്ഷനിലാ? ആ, നന്നായി. കുറച്ചുകൂടെ വലിക്കാൻ പറ, ബീഡിയും സിഗരറ്റൊക്കെ. കണ്ടു ഡോക്ടറെ? എന്നാൽ പിന്നെ ഇങ്ങോട്ട് വാ. ആ, വന്നിട്ട് വൈകിട്ട് പോയാൽ പോരെ? അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് വാരമ്മ ഇങ്ങോട്ട്. ആ, ശരി ശരി. രമേന്റെയാ? എന്തേ? ചായ. ശങ്കരപ്പൂപ്പിന് സുഖമില്ലാന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാന്ന്. അപ്പൊ ഇങ്ങോട്ട് വരത്തില്ലേ? അതല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ. കേട്ടില്ലേ? നിനക്ക് ചെയ്യുമെന്ന് കേട്ടൂടെ? ഈ അപ്പൂപ്പൻ്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും കേൾക്കത്തുമില്ല. ചിലവരുണ്ടമ്മേ, എത്ര പറഞ്ഞാലും പഠിക്കത്തില്ല വന്നാലും. അതല്ലേ നിന്റെ അച്ഛനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയണേ. അതിന് അച്ഛനെന്ത് ദുശീലമുണ്ട്? അച്ഛൻ ബീഡി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, പിന്നെ വല്ലപ്പോഴും മുറുക്കാണെന്ന് വെച്ചാൽ അവയ്ക്ക് ഇത്ര തന്നെ. അപ്പൊ തക്കം കിട്ടുമ്പോഴൊക്കെ കുടിക്കണതാ? അമ്മ, അതൊക്കെ ചുമ്മാ അച്ഛൻ പോരി കാണിക്കണതല്ലേ. അതുപോലെ അച്ഛനും കാണിക്കണ്ടേ? ഞാനും കുടിക്കും. ആൾക്കാരുടെ മുമ്പിലേക്ക് അച്ഛൻ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഷോക്ക് ചെയ്യുന്ന. ആ, അങ്ങനെ വല്ലപ്പോഴും കാണിക്കണതാ, പിന്നീട് ദുശീലായിട്ട് മാറണേ. എൻ്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ലമ്മ. ഇപ്പൊ അച്ഛൻ പ്രായമായി വരല്ലേ, പണ്ടത്തെ പോലെ മദ്യത്തിലൂടെ താല്പര്യമൊന്നും കാണൂല. അച്ഛനെ സപ്പോർട്ട് ചെയ്യണ അച്ഛൻ കേൾക്കണ്ട, പിന്നെ അത് മതി അച്ഛൻ അതൊക്കെ ശീലമൊക്കെ. അമ്മ, ഇവിടെ നടക്കുമോ? പോയിക്കേ. നടക്കും, നീ ഇപ്പൊ അങ്ങ് പോ. ഓക്കെ. എത്രയായി ചേട്ടാ? 50 രൂപ. നീ പൈസയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയ? എപ്പോഴും ഇങ്ങനെ കാശ് വാങ്ങിക്കാതെ ഓടിച്ചു കഴിഞ്ഞാലേ കമ്പനിക്ക് നഷ്ടമല്ലേ? ഇപ്പോഴെങ്കിലും തോന്നില്ല, അതുകൊണ്ട് നല്ലത്. ഞാൻ പിന്നെ പോട്ടാമ. അല്ല, ബാലുചേട്ടനെ കാണുന്നില്ലേ? അത് ഞാൻ പിന്നെ കണ്ടോളാം. വാ, ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. വാ മാമാ, ചായ പോണ വഴിക്ക് ഞാൻ കടയിൽ നിന്ന് കുടിച്ചോളാം. ഇതെന്തു പറ്റി? ഓട്ടോയിൽ കയറിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, പഴയ പോലെ ഉത്സാഹമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വയ്യായ്മയുണ്ടാ? കുഴപ്പമൊന്നുമില്ലെന്നേ. ആ ചങ്കരണ്ണ, എന്തോ ചുമയണ്ണ ഇത്? ഓ എടാ, ഈ ചുമ എന്നെയും കൊണ്ടേ പോവും. നിങ്ങളുടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ വലിച്ച് കയറ്റത് നിർത്തണമെന്ന്. ഒരു ദിവസം നോക്കിയാൽ നിന്ന ഇപ്പം അങ്ങ് പോഞ്ഞു പോകും. മാമാ, ഞാൻ പോട്ടെ എന്നാ. ചന്ദ്ര, നീടാ പോണു? ഒരു ഓട്ടം ഉണ്ടെണ്ണ. അർജന്റാ? ഓ, അർജന്റ് ഓട്ടം. ആടാ, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. ഇല്ല അണ്ണ, ശരിയാവില്ല അണ്ണ, പോയേ പറ്റൂ. അർജന്റ് ഓട്ടം. ചന്ദ്രങ്ങളെ പണക്കതൊരു മാറിയില്ലേ? അച്ഛൻ വിളിച്ച് എന്നെ സോൾവ് ചെയ്തില്ലേ? ഏയ്, ചുമ്മാ അല്ല ഇവന്റെ മുഖം ഒരുമാതിരി ഇഞ്ചി കടിച്ചതുപോലെ ഇരുന്നത്. എന്താടാ? എന്തു പറ്റി? എന്താ പ്രശ്നം? അത് പ്രശ്നം വേറെ ഒന്നുമല്ല, നമ്മളെ ഭാസിയില്ലേ, അവൻ നമുക്കിട്ടൊരു പണി തന്നു. എന്നിട്ട് ആ പണി അവൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് അവൻ അങ്ങ് ഊരി. അഴിക്ക പുല്ലനാണ് അവൻ, പറഞ്ഞൊന്നും വിശ്വസിക്കല്ലേ. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണാ, അവൻ തമാശയായി ചെയ്തതാണ്. അവസാനം കൊണ്ട് അങ്ങ് കടുത്ത്. ചന്ദ്രങ്ങളെ വാ, ആത്തിരിക്കാൻ വാ. അണ്ണാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു ഓട്ടം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരാളെ എടുത്തോണ്ട് നേരെ ചോറ്റാനിക്കര വരെ പോകണം. സമയത്തിന് ചെന്നില്ലെങ്കിൽ പിന്നെ അങ്ങേര് കിടന്ന് കലിപ്പാക്കും. സമയത്തിന് ചെന്നല്ലേ പറ്റൂ. പിന്നെ അതല്ലേ ചന്ദ്രൻ? അതാണ് ചന്ദ്രൻ. അണ്ണാ, ഞാൻ എന്നാ പോയിട്ട് കേട്ടോ. എന്നാ മറ്റേ കക്ഷി ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ അല്ലേ? അത് ഭാസിയാ? ഓ എടാ, അവൻ നിന്നെ ഒളിച്ചു കിടക്കുകയാണ്. അങ്ങനെ എത്ര ഒളിച്ചു കിടന്നാലും എന്തെങ്കിലും എൻ്റെ കയ്യിലൊന്ന് പെടും കേട്ടാ. അണ്ണാ, കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക്. മാമാ, ശരി എന്നാ. ഓ, നീ പോയിട്ട് വേടേ, ഞാൻ ഇവിടെ തന്നെ കാണും. അതെ, പോകുന്നൊക്കെ കൊള്ളാം. ആവശ്യമില്ലാത്ത സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വന്നാൽ എൻ്റെ സ്വഭാവം മാറും. കുട്ടി വെറുതെ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? മതി, ഓവറാക്കണ്ട. എല്ലാം എനിക്കറിയാം. മാമാ. ഓ അണ്ണാ, ഇത് എന്താണെന്നാ? മറ്റേ ഡിജിറ്റൽ സറൗണ്ടിങ് എന്തെന്ന് ബാസ്? എനിക്ക് മരണപ്രാളം പൂജയ്ക്ക് വിളയാട്ട്. എന്താടാ? ആര് പറ്റുന്ന? ആര് പറ്റുന്ന? അവൻ്റെ ഒരു പറ്റ്
എന്തൊരു വെറുതെ ഒരു കെട്ട് വീടിയെടുത്ത് കത്തിച്ച് വാക്കിയാൽ തള്ളി വെച്ചേർട്ടാ. നീലുവേ, ഇതാരും ഒന്നെങ്കിൽ നോക്ക്. നിന്റെ അണ്ണൻ അനിയത്തി വന്നേക്കിട്. ചങ്ങരണ്ണോ എന്താണ് പണി കിട്ടി തുടങ്ങിയ? ആ ഇനി ഒരിടത്തിരുന്ന് തിന്നാ മതി ചേച്ചി, ഇത് നിറച്ചും മരുന്നാ. ആഹാ ഇതാ മരുന്നെടുത്ത് കഴിക്കല്ലേ കേട്ടോ. ഡീ, മധുരമുള്ള മരുന്നെല്ലാം ഉണ്ടാ? എനിക്ക് സൂക്ഷിച്ച് എവിടെയെങ്കിലും മുഖത്ത് പോയി ചെറുക്കെടുത്ത് അടിച്ചളായി. പോച്ചാ ഏയ് ഭവാനി കുട്ടമ്പിള്ളൊന്നും വന്നില്ലേ? വരും 2 ദിവസത്തിനുള്ളിൽ വരും ഇങ്ങോട്ട്. എന്റെ പൊന്നെണ്ണ അപകടം ക്ഷണിച്ച് വരുത്തണോ? ചേട്ടാ അപകടോ എന്തോന്നൊക്കെയാ പറയണേ? അല്ലാതെ കൂടുതൽ ചിരിക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു അടുത്ത്? എന്റെ ഒന്ന് പറഞ്ഞു കൊടുത്തുന്ന ഒന്നുമില്ലേ? ആ ആലോചിച്ച് നോക്ക്. ഇവൻ വലിയ പബ്ലിത്തന്നെ വല്ലതും കാണിച്ചാ? എന്ത് ചേട്ടാ? ആ അണ്ണാ ഒന്നും പറയണ്ട. അണ്ണന്റെ അനിയൻ കൂടെ കൊണ്ടു കൊടുക്കുന്ന അവൻ നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്ക. ബാസി 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 അവൻ പോട്ടെ, അവന് വട്ടാന്ന് വിചാരിക്കാം. അവനെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് കുപ്പി ഉണ്ടല്ലേ ബാലു, കുപ്പി ഉണ്ടല്ലേന്ന് കുപ്പി വാങ്ങിച്ചു വെച്ച് അവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് രണ്ടും കൂടെ ഇവിടെ കിടന്ന് കുടിച്ചു കൂത്താടി. ഞങ്ങൾ അമ്മയും മക്കളും തിരിച്ചു വന്നപ്പോ അവൻ മേശപ്പുറത്ത് കിടക്കണ്, ശകുന്തള കിടക്കണ പോലെ. ഡേയ്, നീ വന്ന് വീട്ടിൻ്റെ അകത്തും വെള്ളം അടി തുടങ്ങിയാണ്. എടാ കുടുംബത്തിനെ തൊലയ്ക്കല്ലേ കേട്ടാ. എന്തോന്ന് ചേട്ടാ ഇത്? എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇതൊന്നും ശരിയാവില്ല കേട്ടാ. ഒരു കാര്യം ചെയ്യ്, ഈ കള്ളി പറഞ്ഞും കേട്ടോണ്ട് നിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലേ. അവനടുത്ത് വലിഞ്ഞാൽ ഇവിടെ ഒന്ന് കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനു കുറ്റപ്പെടുത്തണം എല്ലാവരും കൂടെ? വലിഞ്ഞു കയറി വന്നാ ആര്? അച്ഛൻ വിളിച്ചു നോക്കിയതല്ലേ അച്ഛാ? എന്നിട്ട് കള്ളമാണ് നോക്കിക്കേ. ഡേയ്, കൂടുതൽ വെള്ളത്തിൽ അടിക്കല്ലേ? അച്ഛാ മതി, വലിയ നല്ല വിളയൊന്നും ചമയണ്ട. നീ പാടി. എന്റെ പഴയ സ്വഭാവമാണെങ്കിലുണ്ടല്ലേ കൂടെ ഒന്ന് കുടിച്ചോളെ. കേശു ആ എല്ലാരും വായിക്കണം, ഞാൻ കേൾക്കണം. വീട്, കുടുംബമേ, കുട്ടികളെ എന്ന് സദാസമയം ആലോചിച്ചു നടക്കണവരത്തിനാണ് ഞാൻ. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് കിടക്കുന്നു, അതിനെപ്പറ്റി ആർക്കൊന്നും പറയണ്ട. വല്ലപ്പോഴിക്കുക ചെറിയ തെറ്റുകൾ കാണിക്കുന്നു, അതിനെ പെരുക്കി പ്രയോജനം വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എൻ്റെ വിധി അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ജീവിച്ച് തീർക്കാന്നല്ല, എന്ത് പറ. ചേട്ടന് നല്ല വിഷമായി തോന്നുന്നു. ഞാൻ വടക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോണത്. അച്ഛൻ പറയണ ശരിയാ. അച്ഛൻ എല്ലാവരും നല്ല സ്നേഹമായിട്ടൊക്കെ കേൾക്കും, പക്ഷെ ആർക്കും അങ്ങോട്ട് തിരിച്ചില്ല. അച്ഛനെ പറഞ്ഞത് മോന് ഇഷ്ടപ്പെട്ടില്ല. ഡേയ്, ഇത്രയും മരുന്ന് കഴിച്ചെങ്കിലും ഒന്നും നീ ചുമ നിൽക്കുന്നില്ലടേ. കത്തുമ്പോൾ നിൽക്കും. നീ ചുമ്മാ ഇടാ. പിന്നെന്തോ നിങ്ങൾക്ക് ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ ആൾ വേറെയാണല്ലേ? നിങ്ങൾ എന്നെ അവിടെ വെച്ച് എന്തെല്ലാം പറഞ്ഞു? നീ വാ 2.5 വാങ്ങിച്ചിട്ട് പറഞ്ഞു വാ, അപ്പം ഞാൻ കാണിച്ചു തരാം. ചേച്ചി നില്ല്. ചേച്ചി എന്നെ പറയാൻ സമയത്തുണ്ടല്ലേ ഞാൻ നിന്നെ അടിച്ചത്. എടാ നീ പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചിട്ടില്ലെന്ന്. നീ ആവർത്തിച്ചത്. എന്തോടെ അച്ഛാ, ഒരു ഗെയിമാ, ഒരു വിഷയം അങ്ങോട്ട് പറയും, അത് ആവർത്തിക്കാൻ പാടില്ല അതിനകത്ത് വേർഡ്സ്. പക്ഷെ കൂടുതൽ നേരം ആരാണോ ആവർത്തിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ ജയിക്കും. അത് കൊള്ളാം, നല്ല ഭാഷാജ്ഞാനം വരും. കളിക്കാം. അത് കളിക്കാം. അതെ അമ്മ എത്തിയില്ല. പുറകെ രമാൻഡിയും ഉണ്ട്. എന്തേ ഒരു ഗെയിമാ. എവരെ ഒരു ഗെയിം കളിക്കാൻ പോകണം. നമ്മൾ ഒരു വാക്ക് പിന്നെ രണ്ടാമത് പറയാൻ പാടില്ല അല്ലേ? അങ്ങനെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല. മനസ്സിലായി, ഞാനില്ല. അമ്മ അതൊന്നും പറ്റില്ല, എല്ലാവരും അല്ലെങ്കിൽ നല്ല കളിക്കൊന്നും ഇല്ലടാ. നല്ല വേറെ എന്താ പൊട്ട ആരെങ്കിലും പറ്റി 10 നുണ പറഞ്ഞു നോക്ക്, ഇവിടെ അത് കേട്ടോണ്ടിരിക്കും. വിഷയം പറയട്ടാ. വിഷയം പറ. ചങ്ങനപ്പൂപ്പൻ. ചങ്ങനപ്പൂപ്പൻ വിഷയം. ചങ്ങനപ്പൂപ്പനെ കുറിച്ച് പറ. ആദ്യം മക്കളെ തുടങ്ങും. ചേച്ചി ഞാൻ പറയണോ? നീ പറ. ശങ്കരാപ്പൂപ്പൻ കേരളത്തിലെ തെക്കേ മൂലയിലെ മലയോര ഗ്രാമത്തിൽ നിന്നും വരുന്ന ഒരു വന്ധ്യ വയോധികൻ. കണ്ടത്തിൽ കരകര ശബ്ദമായി വരുന്ന കരകര എന്ത് കരകര പ്രയോഗം. രണ്ട് കര വന്നു. കരയില്ല, ഔട്ട്. അടുത്തത് നമ്മുടെ രമേന്റെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട അച്ഛൻ പറ. ശങ്കരടേ, എന്താടാ അല്ല ഇത് കളിയാണ്. നിങ്ങൾ ഒരുമാതിരി പറയട്ടെ, ഇടയ്ക്കേറി പറയാല്ലേ. ഞാൻ പറയാം. ശങ്കര ഒരു മഹാസംഭവമാണ് അല്ലേ? ശങ്കരൻ അല്ല, ശങ്കരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുമ്പോൾ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റും. ഇത് ഗെയിമാണെന്ന്. ശരി. ശങ്കരൻ ഒരു പടുവൃദ്ധനാണ്. കൂർമ്മബുദ്ധി, വക്രബുദ്ധി, വാചാമ ഗോചരനും. ദുഗന്ധങ്ങൾ പൊട്ടുമാല അററിക്കൊണ്ട് വെള്ളമടിച്ച് കുടിച്ച് കൂത്താടുക്കുന്ന ശങ്കരൻ ഒരു മഹാപാൾ. ഒരു 2 പ്രാവശ്യം ഇല്ല, വന്നില്ല. റിവൈൻഡ് ചെയ്തിട്ട് ഒരു 2 പ്രാവശ്യം. അടുത്തത് രമേൻ. നീ തന്നെ പറ. ശരി. പറ.
തങ്കം എന്ന സുശീലയായ സ്ത്രീയുടെ ഭർത്താവാകുന്നു ഈ വ്യക്തി. എന്തൊരു തങ്കോ? അച്ഛ പറയട്ടെ അച്ഛാ. തങ്കം എന്ന സുശീലയായ സ്ത്രീയുടെ ഭർത്താവാകുന്നു ഈ വ്യക്തി. ഈ വ്യക്തി തെക്കൻ ഈ വ്യക്തി 2 പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം. അയ്യോ, ഇനി അടുത്ത ചേച്ചി. അമ്മ പറ. ശങ്കരണ്ണൻ ശക്തനാണ് അദ്ദേഹം. ഇപ്പോൾ ഒരുപാട് ചുമയ്ക്കുന്നുണ്ടെങ്കിലും പഴയകാല പ്രതാപിയാണ് ടിയാൻ. തെക്കൻ മലയോര ഗ്രാമങ്ങളിലെ അഭ്യാസങ്ങൾ മുഴുവൻ സ്വായത്തമാക്കിയ ഇദ്ദേഹം. 2 പ്രാവശ്യം ഇദ്ദേഹം. നേരത്തെ അദ്ദേഹമാണ് പറഞ്ഞത്. അല്ല, നേരത്തെ അദ്ദേഹം എന്തായാലും 2 ദേഹമുണ്ട്. എന്തിന് 2 ദേഹമുണ്ട്? മാറ്റി എന്നെ മറ്റേ കുട്ടമ്പള ഞാനില്ല. നിനക്ക് അല്ലെങ്കിൽ കള്ളക്കളയല്ലേ? ഇയാളെ വിഷയത്തിൽ തമിഴ് വിചാരിച്ചു. ഇത് ശരിയാവും. കള്ളക്കളി. മാറ്റണം അല്ലെങ്കിൽ ഞാൻ ഇല്ല. എന്നെ മറ്റേ കുട്ടമ്പള വിചാരിച്ചാലും പറ്റൂല. എന്നെ മാറ്റണമെങ്കിൽ പറയാൻ നിൽക്കുന്നുണ്ടാ. അടുത്ത വിഷയം കുട്ടമ്പിള്ള. അടുത്ത വിഷയം പാവപ്പെട്ട കർഷകരിൽ നിന്ന് വസ്തു പിടിച്ചു വാങ്ങിച്ചാൽ കൃഷി ചെയ്ത് ആ കേശ ഉറപ്പിക്കുന്ന ദുഷ്ടനായ കുട്ടമ്പിള്ള ജന്മത്തെ വിഷയത്തിന്റെ ചോളനത്തുള്ള ഗ്രാമത്തിൽ ജനിച്ചു വന്ന കുട്ടമ്പയെ കണ്ണും കൈ മൂക്കും കാണിച്ച് വീട്ടിൽ പറയാൻ ഇനിയുണ്ട്. ഞാൻ പേടിച്ചു ചത്തെന്ന് വിചാരിച്ച്. കളിക്കാം മലയോര ഗ്രാമങ്ങളിൽ നിന്നും വന്ന ചെറുപ്പക്കാരൻ തങ്കം എന്ന താടകയെ കെട്ടിയ എലിയല്ല, സിംഗം. അച്ഛാ പാടിയായിരുന്നു. ശങ്കരനറിയാൻ ശങ്കരൻ ആരാണെന്ന്. എന്തേ ശങ്കരൻ ആര്? അണ്ണാ ബാലോണ്ണ ചന്ദ്രനാ ബാലോണ്ണ ആ അണ്ണാ നീ ഇവിടെ നോക്കണേ. അങ്ങനെ ഇങ്ങോട്ട് വന്നാണ്. ആര്? ആ നുണയം പാസി ഇങ്ങോട്ട് വന്നില്ല. എന്താ അണ്ണാ ഞാൻ കണ്ടല്ലേ ഇങ്ങോട്ട് ഓടി കയറണത്. ഡേയ്, ഞാൻ വണ്ടി കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഗാറ്റിന്റെ അവിടെ നിൽക്കണം. എന്നെ കണ്ട് പേടിച്ച് ഇതിനകത്തോട്ട് കയറി ഓടി. ഇവിടെ കയറി ഒളിച്ചാണ് അണ്ണാ. ഇവ എന്തൊരു പറഞ്ഞു? ഞാൻ ഇവിടെ മലയോര ഇരിക്കല് ഞാൻ കണ്ടിട്ടല്ലേ. മാമ ഞാൻ കണ്ടല്ലേ ഇങ്ങോട്ട് കയറി ഓടണത്. അതിന്റെ കാര്യം പറയാണ്ടിരിക്കണ നല്ലത്. അത് എപ്പോ വേണമെങ്കിലും വരാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അത് വിട്ടില്ലേ. പിന്നെ വഴക്കൊക്കെ മാറിയാ? അതൊക്കെ എപ്പോഴേ മാറി. അതാണ് ചന്ദ്രൻ. അണ്ണാ എത്ര മുങ്ങി കിടന്നാലും അങ്ങനെ എൻ്റെ കയ്യിൽ ഒന്ന് പെടുന്നതിന് തന്നാണ് ആ നുണയം പാസിലെ വിധി. നോക്കിക്കോ അണ്ണ നോക്കിക്കോ. എന്റെ ചന്ദ്ര അത് വിട്. അയാൾ നന്നാവാനൊന്നും പോണില്ല. ഒറ്റയ്ക്ക് നടക്കല്ലേ, ഭാര്യയും കൂടെയില്ല, ജോലിയും ഇല്ല. അതിങ്ങനെ തന്നെ പോവുള്ളൂ. അവൻ അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രാഡ് ടൈപ്പാണ്. ഓഹോ, എന്നിട്ടാണ് 2 കൂടെ പടവലത്ത് പോയിട്ട് അടിച്ച് കൂത്താടിയത് അല്ലേ? നീ ബോഡിന്റെ ജോലി നോക്കി. ചന്ദ്ര നീ വല്ല കഴിച്ചാടാ? അണ്ണാ എന്ന് ചോദിച്ചാൽ സത്യം പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചില്ല. പിന്നെ തൽക്കാലം ഇവിടെ ഒന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇന്ന് 5 പൈസയ്ക്ക് ഓടിയിട്ടില്ല. ഞാൻ പോയി ഒരു ഓട്ടോ ഓടിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നാലും 2 ദിവസം കഴിക്കാൻ സമയമില്ലേ? കഴിച്ചിട്ട് പോന്നേ. എന്തായാലും ഇത്ര സമയമല്ലോ. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ ഇരി അവിടെ ചന്ദ്ര നീ എവിടേക്കുണ്ടാ? ജംഗ്ഷനിലാ? എടാ ഇങ്ങോട്ട് വാടാ, എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകണം. നടക്കാൻ വയ്യടേ, നീ വാ. ശരി. ഒരുപാട് വിളിച്ചേക്കണല്ലോ ഇത്. ഇടമുണ്ടാ? ഞാൻ ജംഗ്ഷൻ വരെ പോണ്ടേ? ഞാനും അങ്ങോട്ട് വരണേ. എന്ത് മാർക്കറ്റിൽ പോകണം. എന്തിന്? എന്തിനാ? സാധനം വാങ്ങിക്കണം. നീ ഇവിടെ പോകണം. എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. ബാഗ് എടുത്താ പോവാ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ എൻ്റെ വീട്ടിൽ കയറി ഒളിച്ചാ തിന്. നിനക്ക് ഒളിത്താവളോടാ എൻ്റെ വീട്. വീട്ടിൽ കയറി ഒളിച്ചാൻ തിന്? ഒളിച്ചൊന്നും അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പം മറ്റേ അവിടെ ഒന്ന് കയറി. പിന്നെ അവിടെ വെച്ചൊരു സംസാരം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറി നിന്ന്. ഓ നീ മാന്യമായിട്ട് കയറി ഒളിച്ച്. നിനക്ക് അവനെ പേടിയല്ലേടാ? ആരെ? അവനെ ചന്ദ്രനെ. എങ്ങോട്ടോക്ക്? ബാസി ഒരുത്തനെ പേടിക്കൂല കേട്ടാ. ബാസി ഒരുപാട് പേര് പേടിപ്പിക്കാൻ നോക്കി, നടന്നില്ല. കൊച്ചു പിള്ളേരായിരിക്കും. വാടാ പോവാം. ബാ. ഇല്ല, എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ഒരു വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട്. ഏത് വണ്ടി? എടാ ഒരു വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടേ, വന്ന് ഒരുമിച്ച് പോടേ. വരട്ടെ വണ്ടി വരട്ടെ. അങ്ങോട്ട് നടക്കാളിയാ, കുറച്ചുകൂടെ നടക്കാം. അപ്പൊ ഏതെങ്കിലും വണ്ടിയിലൊപ്പം കയറാം. വാ നടക്കാടാ. വണ്ടി പറഞ്ഞല്ലേ? ഏത് വണ്ടി? ഞാൻ പറഞ്ഞ വണ്ടി പറഞ്ഞു. ചന്ദ്രന്റെ വണ്ടിടാ. ചന്ദ്ര എന്താ അലുമ്പാണ് താൻ കാണിച്ചത്? ഉള്ള കണ്ണന്തുരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കണ്ടപ്പോ ഒളിച്ചടക്കായിരുന്നല്ലേ? ബാസി ഒരുത്തനെ കണ്ട് ഒളിക്കൂടാ. അണ്ണാ അങ്ങനെ ഇങ്ങോട്ട് ഇറക്കി വിടണ. എടാ ഞാൻ മാറട്ടെടാ. അണ്ണാ
നിങ്ങൾ മാറണ മാറട്ടാടാ. എടേ നീ മാറണ്ട. എടേ നീ അല്ലേ മാറ്. നീ ഇടയിൽ കയറി നിൽക്കല്ലേ. ഓ അന്ന് എന്റെ ഷർട്ട് കയറി പിടിച്ചില്ലേ? അപ്പൊ എന്റെ 2 ബട്ടൺസ് ആണ് പോയത്. 2 ബട്ടൺസ്. 2 ബട്ടൺസ് അല്ലേ? അത് വാങ്ങിച്ചു തന്ന പ്രശ്നം തീർന്നല്ലേ? അവിടെ തീരൂല. പിന്നെ ഉള്ള വേണ്ടാതിനെല്ലാം വിളിച്ചു പറഞ്ഞ നിങ്ങളല്ലേ? എന്റെ മണ്ടയെ കൊണ്ടുവച്ചല്ലേ? ആരെ മണ്ടേ കൊണ്ടുവച്ചു? എന്റെ മണ്ടയെ കൊണ്ടുവച്ചു. എടേ നീ പോവാൻ നോക്ക് കേട്ടാ. നീ ഇടയിൽ കിടന്ന് ഒരുമാതിരി സംസാരിക്കല്ലേ. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞോണ്ടല്ല. നിങ്ങൾ ഒന്നും പറയണ്ട. അണ്ണന്റെ കാര്യമൊക്കെ മനസ്സിലായി. എന്തിനു മനസ്സിലായി? എല്ലാ കാര്യവും അണ്ണ അറിഞ്ഞ്. ഡേ എവിടെ അരുമ്പ് കാണിക്കാണ്. അവനെ വിളിച്ചോണ്ട് പോ. ഇല്ലെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോ. അല്ലെ വിളിച്ചോണ്ട് പോ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ വീട്ടിൽ. പോ. ഇപ്പൊ പ്രശ്നം ഉണ്ടാകണ്ട. ചന്ദ്രൻ കയറി. എന്റെ കലിപ്പം കൊണ്ട് തീരില്ലണ്ണ. ചന്ദ്രൻ ഇപ്പൊ പ്രശ്നം ഉണ്ടാകണ്ട. എനിക്ക് മാർക്കറ്റിൽ പോകണം. ചന്ദ്രൻ കയറി. ബാലോണ്ണം പറഞ്ഞോണ്ട് നീ തൽക്കാലം രക്ഷപ്പെട്ടു കേട്ടാ. ആട്ടെ കയറി. അണ്ണ അത് നടക്കൂല. അത് ശരിയാവൂല. എന്റെ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കയറ്റൂല. പാട്ട വണ്ടി അല്ലെങ്കിൽ ആരും കാരണം എടുത്തോണ്ട് പോടാ. അല്ലെങ്കിലും കയറ്റാൻ പോണില്ല. അണ്ണ ഇയാള് കയറൂല എന്റെ വണ്ടിയിൽ. വണ്ടി എടു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. അണ്ണൻ വണ്ടി എടുത്തോ. അങ്ങനെയാണെങ്കിൽ കയറി കുഴപ്പമില്ല. ആര് വണ്ടി എടുക്കാൻ? അണ്ണ എടുത്തോ. ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്റെ വണ്ടി കയറാൻ ഞാൻ സമ്മതിക്കൂല. നീ എന്നെ വണ്ടി എടു. നീ പറയണല്ലോ. നീ വണ്ടി എടു. വണ്ടി എവനെ കുറച്ച് വിവരങ്ങൾ അറിഞ്ഞോണ്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. വണ്ടി സെറ്റ് അല്ലെ ഇങ്ങനെ കൊണ്ട് ആ പറഞ്ഞു കേട്ടില്ല കയറരുത്. പിന്നെ എന്ത് നടന്നു അവിടെ വെച്ച് കാണാം നമുക്ക്. കണ്ടല്ലേ നിന്റെ കരിപ്പ തൽക്കാലം ഫോണ് വരും ചന്ദ്രൻ. അണ്ണൻ പറഞ്ഞോണ്ട് രക്ഷപ്പെട്ട്. പൊതുപ്രവർത്തകരെ വിളിച്ചിട്ട് കൊല്ലത്തെ ഏതോ ചതുപ്പിൽ കണ്ടൽക്കാട് നടാൻ പോയേക്കുന്നു. എൻ്റെ ചേച്ചി പോയിട്ട് 2 ആഴ്ചയായി. ഇതുവരെ ഒരു വിവരവും ഇല്ല. ശരിക്കും ഞാൻ എന്തായാലും കണ്ടൽക്കാട് നടാൻ തന്നെയാണോ പോയത്? ചുമ്മാതെ ചേച്ചി. അവിടെ പോയി വാചകം അടിച്ച് നിൽക്കാൻ അറിയാം. എന്നിട്ട് വേറെ എങ്ങോട്ടേലും പോയി കാണും. വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലേ. ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റൂലേ? അമ്മ ആ ഡ്രോയിങ് കഴിഞ്ഞ് വന്നാ? വിശന്നിട്ടോ? ആദ്യം തീരുന്ന ആദ്യം കയ്യും കാലും മുഖമൊക്കെ കഴിയിട്ടോ. ഏയ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊന്നും പോണ്ടേ? എൻ്റെ അച്ഛൻ 5 മണിയാവുമ്പോൾ ഇറങ്ങാം. അവളെ പോലെ തന്നെ എവിടെ ചെന്നാലും പാൻ കടയന്നെ. ആരെ പോലെ തന്നെ? അവളെ തള്ള പോലെ. ആ അണ്ണ എന്ത് പറഞ്ഞാലും ചേച്ചി അങ്ങ് കുറ്റം പറയൂ അല്ലേ? എന്തെന്നണ്ണ ഇങ്ങനെ? ഇവിടെ ഒരെണ്ണമുണ്ട്. എന്ത് സംഭവിച്ചാലും എന്നെ കുറ്റം പറയുള്ളൂ. നടന്നു പോണ വഴിക്ക് എവിടെയെങ്കിലും തട്ടിയും മുട്ടിയും ചെയ്താൽ പറയും ഞാൻ കാരണമെന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ലെന്നാ. ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ. ഭാര്യമാരും അങ്ങനെയൊക്കെ തന്നെ. ഭർത്താവിന് എന്തെങ്കിലും സമ്പാദ്യം വന്നു കഴിഞ്ഞാൽ പറയും അത് ഭാര്യയുടെ ഐശ്വര്യമാണ്. അഥവാ ഭർത്താവിന് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ പറയും അത് വന്നു കയറിയ പെണ്ണിന്റെ കുഴപ്പമാണ്. അത് 100% കറക്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ 2 എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമായിട്ടാ ചേച്ചി. പൂർവജന്മ സൗഹൃദം. എന്തോ പൂർവജന്മ സൗഹൃദം. സൗഹൃദം എന്നല്ല സുഹൃതം എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. പോ സുഹൃത്തക്കാരി. രമാൻഡി ഇന്ന് പോരല്ലോ. നാളെയല്ലേ പോവുള്ളൂ. നീ നമുക്ക് നാളെ പോയാൽ മതി അല്ലേ? അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ അച്ഛൻ ഇന്ന് പോണെന്ന്? ഇന്ന് പോണേ ഇന്ന് പോ, നാളെ പോണേ നാളെ പോ. അയ്യോ പോണം ചേച്ചി. കുറെ തുണിയും നനയ്ക്കാനുണ്ട്. എങ്കിൽ പോവാല്ലേ? ഓ നീ ആലോചിച്ചു. അമ്മ ഞാൻ ഇപ്പൊ വരാം കേട്ടാ. ഭവാനി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കായിരുന്നു. ഈയിടെയായിട്ട് അച്ഛന് ഒറ്റപ്പെട്ട ഫീലിംഗ് ആണല്ലേ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മേനെ ആര്യനാടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. നീ എനിക്ക് സ്വസ്ഥതയൊന്നും തരൂലടി. തള്ളയെ അവിടെ എങ്ങാനും കൊണ്ടുവന്നാ അപ്പോഴും ഞാൻ പോവും ആര്യനാട്. അണ്ണനും ചേച്ചിയും തമ്മിൽ എപ്പോഴും ഉടക്കാണാ. ചേച്ചിയും ചേട്ടനെയും പോലെ. അണ്ണാ ഇത്രയും പേരെ തൊഴിക്കണേ ഫിറ്റ് ആവാനാ? അമ്പോ ഇതാണ് വില്ലൻ ചുമ കേട്ടാ. എനിക്കൊരു സംശയം. ഈ മരുന്ന് കുടിച്ചുകൊണ്ടാണ് ചുമ കൂടുന്നത്? അതുകൊണ്ടൊന്നും അല്ല സംഭവം. നിങ്ങൾ പെട്ടെന്ന് വലി നിർത്തിയില്ലേ? എങ്കിൽ ഇങ്ങനെയാണ് വലിക്കണം. വലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിടിച്ചു കെട്ടിയവരെ ചുമ നിൽക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ. കടയിൽ ചെന്ന് ഒരിട്ട് വീഡിയോ വെച്ചിട്ട് വരട്ടാ. രമേ വെള്ളം കുടിക്കണം. രമേ എന്തേട്ടാ? എടി എനിക്ക് കുറച്ച് ഇങ്ങനെ വീഡിയോ വേണമെന്ന് കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. വീഡിയോ വേണമെന്ന്. അച്ഛൻ എന്തോ അച്ഛാ പ്രശ്നം? അഹങ്കാരത്തിനൊരു പരിധി ഉണ്ട് കേട്ടാ. നിങ്ങൾക്ക് കുറച്ച് ഞാൻ ഇവിടെ അടുത്ത് നിൽക്കണം. നീ പേടിപ്പിക്കുന്നു കിടന്ന്. ഇതെന്താണ് ഇത്? ഇവിടെ നോക്കടേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ചന്ദ്രൻ ഓട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ വേണ്ടി ഞാൻ അവസാനം ഓടി തള്ളിക്കളഞ്ഞ്. അല്ല എന്തിനാണ് ഈ കാണിക്കണത്? ഇതിനൊരു അറുതിയില്ലേ? നിനക്ക് വേണം. നീ എന്ന് എനിക്കെതിരെ തിരിഞ്ഞോ അന്ന് നിന്റെ കട്ടാറ് തുടങ്ങി. എടേ ഒരു കാര്യം ചെയ്.
ഞാനൊന്ന് വിളി. ഞാൻ വിളിക്കണത് എന്തിനു വിളിക്കണെന്നാ? എടാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായ എങ്ങനെയാണ്? നിങ്ങൾ കാരണം തന്നെ. അപ്പൊ ഒന്ന് വിളിയടാ, വിളിച്ച് സോൾവ് ചെയ്താടേ ഒന്ന്. ഇപ്പൊ അങ്ങനെ ആയ കാര്യം. അതായത് ഈ പ്രശ്നം ഇവിടെ കൊണ്ട് സോൾവ് ചെയ്തിട്ടുണ്ടല്ല, ഇവിടെ രക്തപ്പുഴ ഒഴുകും. ഒഴുകട്ടെ, നിന്റെ ചോരല്ലേ ഒഴുകും, നമുക്ക് എന്ത് അല്ലേ? ബാലു ചന്ദ്രനൊന്ന് വിളിക്ക്. എന്തിന് വിളിക്ക് ബാലു. അവനെ വിളിക്കാനും വേണ്ട. എന്നായാലും അവന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ മരണം. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നാ? രമേ മോളെ കുറച്ച് വെള്ളം എടുത്താന്ന്. വിളിക്കണോ? വിളിക്കണോടാ. എടാ വിളിയടേ. ചന്ദ്രൻ എവിടെയുണ്ടാ? കത്തിക്കടയില്ല? കത്തിരിക്കടവില്ല. ഇല്ല, കത്തിക്കടയിൽ നീ ശരി. ഇനി വാടാ, അവൻ തൊട്ടടുത്ത് പോയിട്ട് വരും. കള്ളായി. അതാ മാരത്തോൺ ഓടിയിട്ട് വന്നവന് കഷായ കിണ്ണത്തിൽ വെള്ളം കൊണ്ട് വരണ. അയ്യോ എന്താണ് കൂടി 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 കൂടി. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ചന്ദ്ര, നീ എന്തോ പണിയാ കാണിച്ചത്? അവനെ നീ ഓട്ടടിച്ച് കൊല്ലാൻ ശ്രമിച്ചാ? എടാ യവനെങ്ങാനും ചത്തു കഴിഞ്ഞാൽ യവന്റെ സിംഗപ്പൂരിക്കണ പല സന്തോഷമായിട്ട് വേറെ ആളെ കണ്ട് സുഖമായിട്ട് ജീവിക്കില്ലടാ. ബാലു, എന്ത് എന്തോ നീ പറയണേ? ചന്ദ്ര, എന്ത് ചേച്ചി? കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. ഇനിയും ബാസനോട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഉണ്ടാക്കുവോ? ഇല്ല ചേച്ചി, എനിക്ക് വഴക്കൊന്നുമില്ല. എനിക്കെന്ത് വഴക്ക്? എന്നാ കൈ കൊടുക്ക്. ബാസേണ്ടാ, കൈ കൊടുക്ക്. എന്നിട്ട് കൈ വിടറാ. നീലുവിന്റെ വലിയ മനസ്സിനെ തൊഴുതോണ്ടതില്ലടാ. കൂടുതൽ വായൊന്നും അടിക്കണ്ട. കൈ കൊടു. കൈ കൊടുക്ക് ബാസേണ്ണ. എന്തോ നാണോ? കൈ വിട. കൊടുക്ക്. അവരുടെ കല്യാണം കഴിഞ്ഞു.